80 കാലഘട്ടങ്ങളിൽ ആകെ കുറച്ച് മോട്ടോർ സൈക്കിൾ മാനുഫാക്ചറേഴ്സ് മാത്രമേ ഇന്ത്യയിലുണ്ടായിരുന്നുള്ളൂ. അന്നും ഇന്നത്തെ പോലെ 300cc സെഗ്മെന്റിൽ ഒരു ടഫ് കോമ്പറ്റീഷൻ നടന്നിരുന്നു. ആളുകളുടെ ഇടയിൽ 60കൾ മുതൽ എത്തിയിരുന്ന ബുള്ളറ്റ് 350 ആയിരുന്നു അതിൽ ഏറ്റവും പോപ്പുലർ ആയിരുന്ന ബൈക്ക്. അന്നും ഇന്നും ആളുകളുടെ ഫേവറേറ്റ് 2 സ്ട്രോക്ക് ബൈക്ക് RD 350 ആയിരുന്നു കൂട്ടത്തിലെ താരം. ഈ രണ്ട് ബൈക്കുകൾക്കും ഒരു കടിഞ്ഞാണിടാനായി അന്നത്തെ മറ്റൊരു കമ്പനിയായ Yezdi ഒരു ശ്രമം നടത്തി. Yezdi 350 എന്ന മോഡൽ കൊണ്ടായിരുന്നു. പക്ഷേ ഇറക്കി കഴിഞ്ഞിട്ടും വിൽപ്പനയിൽ അത്ര കെങ്കേമനായിരുന്നില്ല Yezdi 350. അതിനാൽ തന്നെ 3 വർഷത്തെ പ്രൊഡക്ഷൻ റണ്ണിന് ശേഷം വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ലോകത്ത് 200 താഴെ മാത്രം നിലനിൽക്കുന്ന ആ ബൈക്ക് 2020 എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ജാവ എന്ന ബ്രാൻഡിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള Yezdi എന്ന ബ്രാൻഡിൻ്റെ നെയിമിലാണ് ആ 350 മോട്ടോർ സൈക്കിൾ ഉണ്ടായിരുന്നത്. RD 350 ആയിട്ട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് Yezdi 350 എന്നുള്ളത്. ആകെ കുറച്ച് നമ്പേഴ്സിൽ മാത്രമാണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ആകെ കുറച്ച് വീഡിയോസ് അല്ലെങ്കിൽ ആകെ വിരലെണ്ണാവുന്ന റിവ്യൂസ് മാത്രമാണ് ഈവൻ ഇന്ത്യയിൽ ഈ വണ്ടീനെക്കുറിച്ച് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ആരും തന്നെ ഈ വണ്ടിയെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടില്ല. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 350cc 2 സ്ട്രോക്ക് ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഈ വണ്ടിയുടെ ഫാക്ടറാണ് ഈ എഞ്ചിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, വളരെ ടൈം ലിവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ RD 350 അല്ലെങ്കിൽ RX100 കണ്ട പോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വൈറ്റ് പെയിൻറ്റ് ഫിനിഷിലാണ്. ഇത് ഏറ്റവും ഫാക്ടറി ഫിനിഷോടാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത്. എല്ലാം തന്നെ ഫാക്ടറി ഫിറ്റ് ആയിട്ടുള്ള കമ്പോണൻസാണ് ഈ വണ്ടിക്കകത്ത് വരുന്നത്. സോ നമുക്ക് ഈ വണ്ടീനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിയുടെ ഏറ്റവും ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പാർട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ എഞ്ചിനാണ്. ഈ വണ്ടിയുടെ എഞ്ചിൻ എന്ന് പറയുന്നത് ആക്ച്വലി ചെക്കോസ്ലോവാക്യൻ മെയ്ഡാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടങ്ങളിൽ RD 350 ആയിട്ട് കോമ്പറ്റീഷൻ വന്നപ്പോൾ ഈ വണ്ടി ഇന്ത്യയിൽ അസംബിൾ ചെയ്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എഞ്ചിൻ എല്ലാം ഡയറക്റ്റ് ചെക്കോസ്ലോവാക്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് നമ്മൾ വണ്ടി ഫാക്ടറിയിൽ നിന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നത്. 2 സ്ട്രോക്ക് എഞ്ചിൻ ആയിരുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് പെട്രോൾ ടാങ്കിലേക്ക് ഒഴിക്കുന്നത്. സാധാരണ 4 സ്ട്രോക്ക് എഞ്ചിൻസ് വരുന്നത് പോലെയല്ല ഇതിൻ്റെ ഫംഗ്ഷനിങ് എന്ന് പറയുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് 4 സ്ട്രോക്ക് എഞ്ചിനുകൾ വന്നു. അതുകൊണ്ട് തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2 സ്ട്രോക്ക് എഞ്ചിനുകൾ 4 സ്ട്രോക്ക് എഞ്ചിനിൻ്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് മൈലേജ് തീരെ കുറവായിരുന്നു. അതുപോലെ തന്നെ കൂടുതൽ പൊല്യൂഷനും അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷനും കൂടുതലായിരുന്നു. അതിനാൽ തന്നെ പലരും 2 സ്ട്രോക്ക് എഞ്ചിൻസ് എല്ലാം നിർത്തി. അങ്ങനെയാണ് Yezdiയും അതുപോലെ തന്നെ ജാവ എന്നുള്ള ബ്രാൻഡ്സ് രണ്ടും ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നിന്നുപോയത്. ഈ ഇടയ്ക്ക് പിന്നെയും ജാവ എന്നുള്ള ബ്രാൻഡ് വീണ്ടും മഹീന്ദ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊണ്ടുവന്നു പുതുതായിട്ട്. പക്ഷേ Yezdi ഇപ്പോഴും എക്സ്റ്റിങ്ക്റ്റ് ആണ്. അതല്ലാണ്ട് തന്നെ ഇപ്പോൾ വിൻറ്റേജ് കളക്ടേഴ്സിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ ഈ Yezdi ബ്രാൻഡ് കയറി നിൽക്കുന്നത്. ധാരാളം വിൻറ്റേജ് കളക്ടേഴ്സ് ഇതെല്ലാം റീസ്റ്റോർ ചെയ്ത് അതിൻ്റെ പഴയ ഒരു പ്രൗഢിയിൽ തന്നെ കൊണ്ടു നടക്കുന്നു. അതിനാൽ തന്നെയാണ് ഒരു ടൈംലെസ് പീസാണ് ഈ മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും, ഇതിൻ്റെ ഈ ഗിയർ ലിവർ എന്ന് പറയുന്നത് കിക്കറായിട്ട് തന്നെ ആക്ട് ചെയ്യും. നമ്മളിപ്പോൾ മുകളിലേക്ക് മാറ്റിയാൽ അത് കിക്കറായിരിക്കും, അതെടുത്ത് തന്നെയാണ് നമ്മൾ കിക്ക് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താത്തിയിട്ടാണ് ഇതിൻ്റെ ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇതിൻ്റെ ഗിയർ കം കിക്കർ ലിവർ എന്ന് പറയുന്നത് ഗിയറിൻ്റെ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കിക്കറായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഉപ്പൂറ്റി വെച്ചിട്ട് ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ ഉപ്പൂറ്റി വെച്ചിട്ട് ഇവിടെ പുഷ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോഴത്തേക്കുമാണ് ഇത് കിക്കറിൻ്റെ പൊസിഷനിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ പയ്യെ കിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ബാക്കിയുള്ള വണ്ടികൾ പോലെ ഇത് പമ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കിക്കറിന്, നമ്മൾ ചുമ്മാതെ അടിച്ചാൽ മതി. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്, ഇതിൻ്റെ ആദ്യമായിട്ട് കാണുന്നത് ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് ലാമ്പാണ്.
ഒരു പഴയൊരു എല്ലാ വണ്ടികളിലും സ്റ്റാൻഡേർഡായിട്ട് റൗണ്ട് ഹെഡ് ലാംപ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ മഡ് ഗാർഡ് എന്ന് പറയുന്നത് ക്രോം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായി ഇതിനകത്ത് സാധാരണ എല്ലാ എസ്ഡീസ് അല്ലെങ്കിൽ ജാവയിലൊക്കെ ചെറിയ റിംസാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്നത് 18 ഇഞ്ച് റിംസാണ്. അതിപ്പോഴുള്ള ബൈക്കുകൾ വരെ 18 ഇഞ്ച് റിംസാണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നത്. അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഡ്രം ബ്രേക്കാണ്. ഈ ഡ്രം ബ്രേക്കിൻ്റെ ഡ്രം എന്ന് പറയുന്നത് വളരെ സൈസ് കൂടിയതാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും RD 315 യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡിസ്ക് ബ്രേക്കാണ്. അതിനാൽ തന്നെ ഡ്രമ്മും ഡിസ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡ്രം ബ്രേക്ക് ഡിസ്ക് ബ്രേക്കിനായാലും കുറച്ചുകൂടെ ലെസ് എഫിഷ്യൻ്റ് ആണ്. ഈ വണ്ടിയുടെ മേജറായിട്ടുള്ളൊരു ഡ്രോബാക്ക് പറയാനുണ്ടെങ്കിൽ വലിയ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാനും പറ്റത്തില്ല. കുറച്ചുകൂടെ RDയുടെ ഒന്നും അത്ര എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ബ്രേക്കിംഗ് ആയിരുന്നില്ല ഈ വണ്ടിയിൽ കിട്ടിയിരുന്നത്. ഫ്രണ്ടിലും പുറകിലും യൂസ് ചെയ്തിരിക്കുന്നത് ഡ്രം ബ്രേക്സ് ആണ്. SD കുറേയൊക്കെ R&Dയിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും അവർക്ക് ഒരിക്കലും ഈ വണ്ടിയിലേക്കൊരു ഡിസ്ക് ബ്രേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നും അതുപോലെ സൈഡ്സിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മാസീവായിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ട്വിൻ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓരോ സിലിണ്ടറിനും 2 എക്സോസ്റ്റ് വീതം, അതായത് ഒരു സൈഡിൽ ഒരു സിലിണ്ടറിൻ്റെ എക്സോസ്റ്റും മറ്റേ സൈഡിൽ വേറെ എക്സോസ്റ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കെർവി ആയിട്ടുള്ളൊരു മാനറിലാണ് ഇതിൽ പുറകിലേക്ക് പോയിരിക്കുന്നത്. വളരെ നല്ലൊരു എക്സോസ്റ്റ് നോട്ടാണ് സാധാരണ എല്ലാ 2 സ്ട്രോക്ക് വണ്ടികളിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെ ഈ വണ്ടിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഈ വണ്ടിയിൽ ഒറ്റ കാർബറേറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ RD 350 ആണെങ്കിൽ ഡ്യുവൽ കാർബ്സാണ്, അതായത് ഓരോ സിലിണ്ടറിനും ഓരോരോ കാർബറേറ്റർ വെച്ച് കൊടുത്തിരുന്നു. എന്നാൽ ഈ വണ്ടിയിൽ സിംഗിൾ കാർബറേറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പിസ്റ്റൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് RD 350 ഓരോ പിസ്റ്റണും സൈമൾട്ടേനിയസ്ലി മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ 2 പിസ്റ്റൺസും അറ്റ് എ ടൈം സെയിം മൂവ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത്. അതായത് RD 350 ഒരു പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ മറ്റേ പിസ്റ്റൺ താഴത്തേക്ക് പോകുന്നു. പക്ഷേ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നേരെ ഇങ്ങനെ പോവുകയാണ്, മറ്റേ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടിയുടെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് RD 350 കുറച്ചുകൂടെ താന്നിട്ടാണ് നിൽക്കുന്നത്. ഫോർ ബൈക്ക് ഫോർ വാല്യൂ എന്നൊരു ടാഗ് ലൈനിലാണ് ഈ വണ്ടി അന്ന് SD വിറ്റിരുന്നത്. അപ്പോൾ തന്നെ ആ ടാഗ് ലൈൻ അന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ അത്ര മീനിങ് ഫുള്ളായി വന്നത് നമുക്ക് ഈ ഒരു 40 വർഷത്തിന് ശേഷം നമുക്ക് മനസ്സിലാവും. ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് ഓൾമോസ്റ്റ് 1970s. അത് കഴിഞ്ഞിട്ട് കുറേ കാലത്തോളം വണ്ടി സെയിൽസ് നിന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ സെയിൽസൊക്കെ കുറഞ്ഞു പോയിട്ടാണ് ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഫോർ ബൈക്ക് ഫോർ വാല്യൂ ഇപ്പോഴും ഈ വണ്ടി ഇത്ര പ്രൗഢിയോടെ നിൽക്കുന്നു. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലൊക്കെ ആണെങ്കിലും തന്നെ ഇപ്പോഴൊരു 3 ലക്ഷം ആ റേഞ്ചിലാണ് ഈ വണ്ടിയുടെ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷേ കൂടുതൽ കാലങ്ങൾ കഴിയുന്തോറും ഈ വണ്ടിയുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആകെ തന്നെ കേരളത്തിൽ നമുക്ക് കുറച്ച് വണ്ടികളെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ തപ്പി നോക്കിയിട്ടും ഈ വണ്ടി ഈ അടുത്തൊന്നും വേറൊരു വണ്ടിയില്ല. ഈ അടുത്ത് തന്നെ ഈ ഒറ്റൊരു വണ്ടിയേ ഉള്ളൂ. ഇത്ര പ്രസ്റ്റീജായിട്ട് ഈ സ്റ്റോക്ക് കണ്ടീഷൻ ഇരിക്കുന്ന വണ്ടി ഇപ്പോഴും നല്ല പ്രൗഢിയോടെ നിൽക്കുന്നു. ഏതൊരു മോഡേൺ ആയിട്ടുള്ള വണ്ടിയായിട്ടും ഒരു പവറിൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് 21 bhp ആണ് ഈ ട്വിൻ സിലിണ്ടർ എൻജിൻ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ RD 350 ആയിട്ട് വീണ്ടും കമ്പാരിസൺ ചെയ്യുമ്പോൾ ഈ എൻജിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലെസ് പവർഫുള്ളാണ്. അന്ന് RD 350യുടെ ലോ ടോർക്ക് മോഡലാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് 27 bhp അതുപോലെ തന്നെ ഹൈ ടോർക്ക് മോഡൽ 32 bhp എക്സിബിറ്റ് ചെയ്ത സമയത്ത് ഈ വണ്ടി 21 bhp എന്നുള്ള ഒരു പവർ ഫിഗേഴ്സ് മാത്രമേ തന്നിരുന്നുള്ളൂ. പുറകിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സോസ്റ്റ് ടിപ്സാണ്. ട്വിൻ എക്സോസ്റ്റ് ടിപ്സ് 2 സൈഡിലൂടെയും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ടെയിൽ ലാമ്പ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ നമ്മൾ RX 100 കണ്ട പോലത്തെ ഒരു റെക്ടാങ്കുലർ ടെയിൽ ലാമ്പ് സെക്ഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ വണ്ടിയുടെ വിത്തിൻ്റെ അത്രയും ഫുള്ള് കവർ ചെയ്ത് വരുന്ന ഒരു എക്സോസ്റ്റ് ടിപ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വലിയൊരു മഡ് ഗാർഡ് തന്നെ കൊടുത്തിരിക്കുന്നു. ഈ മഡ് ഗാർഡ് എനിക്ക് തോന്നുന്നു ഒട്ടും തന്നെ ചെളിയൊന്നും നമ്മുടെ മേത്തേക്കോ അല്ലെങ്കിൽ മുകളിലേക്കോ ഒന്നും സൈഡിലേക്കോ തെറിപ്പിക്കാത്ത രീതിയിലാണ് ഈ ഒരു മഡ് ഗാർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്ര ഈസ്തെറ്റിക്കലി പ്ലീസിങ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കത്തില്ല അത്, പക്ഷേ അതിൻ്റെ ഫങ്ഷൻ നന്നായിട്ട് സെർവ് ചെയ്യുന്നു. അതാണപ്പോൾ ഈ വണ്ടിയുടെ പുറകിൽ നിന്നുള്ള വ്യൂവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വണ്ടി കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം കമാൻഡിങ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് മുകളിലേക്ക് നല്ല രീതിയിൽ കെർവി ആയിട്ടാണ് ഇരിക്കുന്നത്, അധികം ഫ്രണ്ടിലേക്കൊന്നും ചാഞ്ഞാലിരിക്കുന്നത്. അത് കാരണം തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഈ വണ്ടിയിൽ ക്രൂസ് ചെയ്യാം. അതുപോലെ തന്നെ വണ്ടിക്ക് വലിയ വെയിറ്റുമില്ല, അതുപോലെ അധികം വിട്ടുമില്ലാത്തൊരു വണ്ടിയാണിത്. അതിനാൽ നമുക്ക് ഒരു RX 100 ഒക്കെ കയറിയിരിക്കുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഫീലാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് കൺസോളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ട്വിൻ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണ്. ഫുള്ളി അനലോഗ് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് സ്പീഡോമീറ്ററും അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ ടാക്കോമീറ്ററുമാണ് കൊടുത്തിരിക്കുന്നത്. ടാക്കോമീറ്ററിൽ നമുക്ക് RPM എന്ന് പറയുന്നത് 8000-ലാണ് റെഡ് ലൈൻ ചെയ്യുന്നത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററും ന്യൂട്രൽ ലൈറ്റും അതുപോലെ ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്ററും ഈ വണ്ടിയിൽ പ്രസൻ്റ് ആണ്.
ഈ വണ്ടി എന്ന് പറയുന്നത് 1986 ലാസ്റ്റ് മുതൽ 1989 വരെയാണ് ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകെ ഒരു ഓൾമോസ്റ്റ് 800 വണ്ടിയാണ് ഇന്ത്യയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആകെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 800 വണ്ടികളിൽ ഒരു കുറച്ച് യൂണിറ്റ്സ് ശ്രീലങ്കൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ അതിലൊരു ബാക്കി വന്ന വണ്ടികളത് ഒരു ഓൾമോസ്റ്റ് 60% തന്നെ ഡിസ്മാൻഡിലായി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ടോട്ടൽ നമ്പേഴ്സിൽ നിന്ന് കുറച്ച് വണ്ടികൾ മാത്രമാണ് ഇപ്പോൾ റിമെയിൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 10-200 വണ്ടി മാത്രമേ ടോട്ടൽ ഓൾ ഓവർ ദ കൺട്രി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ കേരളത്തിൽ എടുത്ത് നോക്കിയാൽ ഒരു 10-11 വണ്ടി മാത്രമേ ഇപ്പോൾ Yezdi 350 എന്നുള്ള വണ്ടി കേരളത്തിലുള്ളൂ. പിന്നെ സൈലൻസറിനെ കുറിച്ച് നമ്മൾ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ജാവ ബൈക്സിൽ നോക്കിയാൽ മനസ്സിലാവും, ഇപ്പോഴത്തെ ജാവയിൽ വരെ ടേപ്പേഡ് ആയിട്ടുള്ള സൈലൻസറാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ എന്ന് പറയുന്നത് ഫ്ലാറ്റ് സൈലൻസറാണ്. അതായത് ഇതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഫുൾ ഫ്ലാറ്റാണ്. സാധാരണ ജാവാസിൽ വരുന്നത് ഇങ്ങനെ വന്നിട്ട് പിന്നെ ടാപ്പർ ചെയ്ത് ചെറുതായി വന്നിട്ടുള്ള അറ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് പുറകിലത്തെ ക്രോസ് സെക്ഷനുമായിട്ട് ചെറുതായിരിക്കും. അത് ഈ വണ്ടിയിലും അതുപോലെ തന്നെ ഡീലക്സിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൽ നിന്നാണ് ഞാൻ കാണിച്ചു തന്ന വലിയ ഡിസ്ക് എന്ന് പറയുന്നത് ഈ വണ്ടി 350-ൽ മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. 1, 2 കിട്ടി. ഇപ്പോൾ വണ്ടി ഉണ്ടല്ലോ, പഴയ വണ്ടിയായ കാരണം കുറച്ച് പമ്പ് ചെയ്തുകൊണ്ടിരുന്നാലേ വണ്ടി ഓണായിട്ട് നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഓഫായി പോകുന്നതാണ്. അപ്പോൾ ഗിയർ ഇടാൻ വേണ്ടി കുറച്ച് ടൈറ്റാണ് ഗിയർ ബോക്സ്. പുതിയ വണ്ടികളെ പോലെ അത്ര സ്മൂത്തായിട്ടൊന്നും ഗിയർ വീഴുന്നതല്ല. എസ്പെഷ്യലി ഈ ഗിയർ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പണ്ടത്തെ Yezdiസിലൊക്കെ ഇതിൻ്റെ ലിവറിൻ്റെ ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പൂറ്റി ഫ്രണ്ടിലേക്ക് നീട്ടിയിട്ടാണ്, ഉപ്പൂറ്റി കൊണ്ടാണ് ഗിയർ പൊക്കേണ്ടത്. സാധാരണ നമ്മൾ കാലിൻ്റെ ഫ്രണ്ട് ഭാഗം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉപ്പൂറ്റി വെച്ചാണ് ഗിയർ അപ്പ് ചെയ്യേണ്ടത്. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും വണ്ടി ഓഫ് ആവാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ വണ്ടി പമ്പ് ചെയ്ത് കൊടുക്കണം. ഗിയർ ചെറിയ വീഴാൻ പ്രശ്നമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ വെളിച്ചത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ വൈറ്റ് കളർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പൊങ്ങി നിൽപ്പുണ്ട്. ബാക്കിയുള്ള സാധാരണ മോട്ടോർ സൈക്കിൾസിലൊന്നും കാണാത്ത രീതിയിലാണ് ഈ കളർ തന്നെ നിൽക്കുന്നത്. പണ്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും, പണ്ടത്തെ വണ്ടികളിൽ അധികം ഇങ്ങനത്തെ ഒരു ഇത്ര അമേസിങ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടായിരുന്നില്ല. സാധാരണ ടിപ്പിക്കലായിട്ടുള്ള വൈറ്റോ അങ്ങനത്തെ കളേഴ്സ് ഉണ്ടായിരുന്നില്ല, പകരം ബ്ലൂവോ ബ്ലാക്കോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര നേരം ഓടിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് സാധാരണ ഒരു ചെറിയൊരു താഴത്തെ RPM റേഞ്ചസിൽ ടിപ്പിക്കലൊരു 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ തന്നെ ഒരു സൗണ്ട് നോട്ടാണ് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ കുറച്ചങ്ങോട്ട് RPM കയറി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കുറച്ചുകൂടി ബേസിയ സൈഡിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ നോക്കുന്നുണ്ട്. മാത്രമല്ല പുറകെ കൂടെയൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ ട്വിൻ എക്സോസ്റ്റ് പൈപ്പൊക്കെ കണ്ടിട്ട് വണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഈ കളറൊക്കെ കാരണം വണ്ടീനെ അറിയാവുന്നവരൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിനെ അധികം ആൾക്കാർക്കൊന്നും പക്കയായിട്ട് ഈ വണ്ടിനെ കുറിച്ച് അറിയത്തില്ല. പിന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പണ്ടത്തെ കാലത്തൊക്കെ ഇപ്പോൾ നമ്മളൊരു ഡ്യൂക്ക് 390 കൺസിഡർ ചെയ്യുന്ന പോലത്തെ അത്ര നല്ല രീതിയിലൊരു പവർ ഔട്ട്പുട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അപ്പോൾ പണ്ടത്തെ യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഒരു നല്ല ചോയ്സ് ആയിരിക്കും. ഇപ്പോൾ കൈ കൊടുത്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവും അത്യാവശ്യം വണ്ടി കയറുന്നുണ്ട്. ഈ വണ്ടിയുടെ കെർബ് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 150 kg ആണ്. എക്സാക്റ്റ് ഫിഗേഴ്സ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ല. പക്ഷേ ഇപ്പോഴേ നമ്മൾ ഒരു ബുള്ളറ്റ് 350 കൺസിഡർ ചെയ്ത് നോക്കിയാൽ അതിനേക്കാളും വേ ലൈറ്ററാണ് ഈ വണ്ടി. അതുപോലെ തന്നെ ഇപ്പോൾ പെർഫോമൻസ് എടുത്ത് നോക്കിയാൽ ആ ബുള്ളറ്റ് 350നേക്കാളൊക്കെ നന്നായിട്ട് ഈ വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര പെർഫോമൻസ് ഉണ്ടായിട്ടും 2 സ്ട്രോക്ക് എഞ്ചിനാണ്, അതിന് പൊല്യൂഷൻ കൂടുതലാണ്, എക്കണോമി കുറവാണ് എന്നുള്ള റീസൺ കൊണ്ട് മാത്രമാണ് ഈ വണ്ടി നിന്ന് പോകാനുള്ള കാര്യം. പിന്നെ വണ്ടി കയറി ചെയ്യുമ്പോൾ തന്നെ യാതൊരു രീതിയിലുള്ള ഡിസ്കംഫർട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നല്ല കമാൻഡിങ് ആയിട്ടുള്ള റൈഡിങ് പൊസിഷനാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് ബാറൊക്കെ നല്ല രീതിയിൽ വൈഡുമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. സീറ്റും അത്യാവശ്യം കുഷൻഡ് ആയിട്ടുള്ളൊരു സീറ്റാണ്. പിന്നെ ആകെ എനിക്ക് പ്രോബ്ലം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ വണ്ടി എടുത്തപ്പോൾ മുതൽ ഞാൻ ഈ വണ്ടീനെ നേരത്തെ പറഞ്ഞ ഈ വണ്ടിയുടെ ബ്രേക്സിന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് അത്ര എഫിഷ്യൻ്റുള്ള ഒരു ബ്രേക്കിംഗ് അല്ല ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. ഫ്രണ്ട് ബ്രേക്കാണ് ബാക്ക് ബ്രേക്കിനേക്കാളും കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ റെയർ ബ്രേക്ക് ഭയങ്കര ശോഭമാണ്. പക്ഷേ ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും തന്നെ അത്ര ഡിസ്പ്ലേസിൻ്റെ അത്ര ഒരു കോൺഫിഡൻസ് നൽകുന്നില്ല. ഇപ്പോൾ ഞാൻ ടിപ്പിക്കലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബൈക്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിലേക്ക് കയറുമ്പോഴത്തേക്ക് അത്ര ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഈ വണ്ടി നമുക്ക് അധികം അങ്ങോട്ട് പുഷ് ചെയ്യാനും സാധിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം ഈ വണ്ടി എന്ന് പറയുന്നത് ഭയങ്കര പ്രഷ്യസ് ആണ്. കുറച്ച് നമ്പേഴ്സ് ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വണ്ടി അധികം പുഷ് ചെയ്യാൻ പറ്റത്തില്ല. പഴയ വണ്ടിയാണ്, നമുക്ക് കൂടുതലായിട്ട് അത്ര സ്പീഡൊന്നും കയറ്റാൻ പറ്റത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഹൈവേസിൽ ഓടിക്കുമ്പോൾ ഈ വണ്ടി ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇതിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് അധികം സ്ട്രെസ്ഡ് ഒന്നും ആയിട്ടില്ല. വളരെ എളുപ്പത്തിൽ തന്നെ
എൻ്റെ ഓണർ പറയുന്ന ഓൾമോസ്റ്റ് ഒരു 120 kmph സുഖമായിട്ട് ഹൈവേസിൽ ക്രൂസ് ചെയ്യാം. അധികം വൈബ്രേഷൻസ് ഒന്നും നമ്മുടെ കയ്യിലേക്കൊന്നും വരുന്നില്ല. ട്വിൻ സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ആ സിംഗിൾ സിലിണ്ടർ 300cc എഞ്ചിൻസിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു ടിപ്പിക്കൽ വൈബ്രേഷൻസ് ഒന്നും നമ്മുടെ കയ്യിലേക്കോ അല്ലെങ്കിൽ ഫുട് ബ്രേക്സിലേക്കോ ഒന്നും അടിക്കുന്നില്ല. പിന്നെ ബ്രേക്ക് തന്നെയാണ് ഒരു പ്രധാന പ്രശ്നം. പിന്നെ ഇതിൻ്റെ ഗിയറിംഗ് എന്ന് പറയുന്നത് സാധാരണ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഗിയറിംഗ് അല്ല. ലെഫ്റ്റ് സൈഡിലാണ് ഗിയർ വരുന്നതെങ്കിൽ കൂടി ഇതിൻ്റെ ഗിയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ന്യൂട്രൽ, അത് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്കാണ് ഫസ്റ്റ് ഗിയർ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം താഴത്തേക്കാണ് ഫോർത്ത് ഗിയർ വരെ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ആരെങ്കിലും ഒരു വട്ടം വയ്ക്കുക ചെയ്താൽ ഇതിൻ്റെ ബ്രേക്ക് അത്ര എഫിഷ്യൻ്റ് ഇല്ല. പറയാണ്ട് ഞാൻ പിന്നെ ഗിയർ ഡൗൺ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നേരെ ഇത് അപ്പാവുമായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗിയർ ലിവറിൽ നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ കേട്ട പോലെ നല്ല രീതിയിൽ നമ്മൾ ഗിയർ ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫാൾസ് ന്യൂട്രൽസിലേക്ക് വീണിട്ട് പെട്ടെന്ന് വണ്ടി ന്യൂട്രലിൽ ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കാര്യം പറയാനുള്ളത്, ഈ വണ്ടി എനിക്ക് ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രഷ്യസ് ചാൻസ് തന്നത് മനുഷ്യേട്ടനാണ്. മനുഷ്യേട്ടൻ്റെ ഒരു സൂപ്പർ ഗ്യാരേജ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 10ഓളം റെട്രോ ബൈക്സ് പുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എപ്പോഴും നല്ല കാര്യമാണ് ഇങ്ങനത്തെ ഒരു പഴയ വണ്ടികൾ, ആ പഴയ വണ്ടികളുടെ ആ പ്രൗഡിൽ എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടുണ്ട്. സോ ബിഗ് ഷൗട്ട് ഔട്ട് ടു മനുഷ്യേട്ടൻ ആൻഡ് താങ്ക്സ് എ ലോട്ട് ഫോർ ഗിവിങ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു റൈഡ് ദിസ് മെഷീൻ. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേട്ട് എല്ലാവരും നന്നായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വണ്ടിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഈ പർട്ടിക്കുലർ മോഡലിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വണ്ടി ഇറക്കിയപ്പോൾ മുതൽ ഓൾമോസ്റ്റ് 800 എണ്ണം ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. RD350 ഒക്കെ നോക്കി 8000 നമ്പേഴ്സാണ് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഇറക്കിയത്. അത് മാത്രമല്ല ഇൻ്റർനാഷണൽ ഇറക്കിയിട്ട്. ഈ വണ്ടി എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ആകെ Yezdi 350 എന്നുള്ള മോഡൽ 800 എണ്ണം ഇറക്കിയിട്ടുള്ളൂ. അപ്പോൾ ഓരോ വണ്ടി ഇറങ്ങുമ്പോഴും അതിൻ്റെ എൻജിൻ നമ്പർ അല്ലെങ്കിൽ ചേസിസ് നമ്പറിന് ലാസ്റ്റ് വരുന്ന 001 എന്ന് പറഞ്ഞാൽ വണ്ടി ഫസ്റ്റ് മാനുഫാക്ചർഡ് വണ്ടിയായിരിക്കും. 10ാമത്തെ വണ്ടി എന്ന് വെച്ചാൽ അതിൻ്റെ 00010 എന്നുണ്ടാവും. അതുപോലെ ഈ വണ്ടിയുടെ ലാസ്റ്റ് ഒരു ഓൾമോസ്റ്റ് 600 റേഞ്ചിലാണ് ഇതിൻ്റെ കിടക്കുന്നത്. അത് മാത്രമല്ല ഈ വണ്ടിയുടെ എൻജിൻ നമ്പറും അതുപോലെ തന്നെ ചേസിസ് നമ്പറും സെയിം ആണ്. അതായത് ബാക്കിയുള്ള വണ്ടികൾ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും വണ്ടിയൊക്കെ എടുത്ത് നോക്കിയാൽ വേറെ ഏതെങ്കിലും വണ്ടിയായിട്ട് എൻജിൻ സ്വാപ്പോ അല്ലെങ്കിൽ ചേസിസൊക്കെ മാറ്റി വെച്ചിട്ടോ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ വണ്ടിയുടെ ചേസിസ് നമ്പറും അതുപോലെ തന്നെ എൻജിൻ നമ്പറും ഒരേപോലെയാണുള്ളത്. അത് കാരണം ഈ വണ്ടി എന്ന് പറയുന്നത് ഒരു റെയറർ കളക്ഷനകത്തുള്ളതിന് റെയറസ്റ്റ് ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ് ഈ വണ്ടി. ഇപ്പോൾ RD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു പവർ ഡെലിവറി അല്ല നമുക്ക് ഇന്ന് കിട്ടുന്നത്. എന്നാലും നല്ല സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള നല്ലൊരു പവർ തന്നെ കിട്ടുന്നുണ്ട്. അത് കാരണം തന്നെയാണ് ഇതിൻ്റെ മേജർ ഫ്ലോസ് എന്ന് പറയുന്ന RD ആയിട്ടുള്ള ഡയറക്റ്റ് കോമ്പറ്റീഷൻ വെക്കുമ്പോഴത്തേക്കും ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ഫ്ലോ ആയിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. സോ അതൊക്കെയാണ് എനിക്ക് ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എൻ്റെ ഫീൽ, അഥവാ എൻ്റെ അഭിപ്രായങ്ങൾ എന്ന് പറയാനുള്ളത്. ഈ ബൈക്ക് എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ പ്രൗഢിയോടെ നിൽക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂസ് ആരും തന്നെ അധികം ചെയ്തിട്ടില്ല. വെളിയിൽ ഇത് ജാവയുടെ പല മോഡൽസും വന്നിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിൽ വളരെ റെയറായിട്ടുള്ളൊരു പീസാണ്. ഇതുപോലെയുള്ള നിങ്ങളുടെയിലും ഇതുപോലത്തെ റെയറായിട്ടുള്ള അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങളുടെ അടുത്ത് ഇൻഫോം ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻറ്റ്സ് പറയുകയാണെങ്കിൽ പ്ലീസ് ഇൻഫോം അസ് ത്രൂ ദ കമൻറ്റ്സ്. ഇന്ത്യയിലെ വിൻറ്റേജ് ബൈക്ക് കളക്ടേഴ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ബൈക്കാണ് RD350. നിങ്ങൾക്ക് ആ ബൈക്കിൻ്റെ റിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മുകളിലത്തെ പോപ്പപ്പിൽ ഒരു ലിങ്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കാണുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. താങ്ക് യു.